എടാ ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താ അറിയോ? ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഈ കോണ്ടന്റ് ക്രിയേഷനിൽ മറ്റേ യൂട്യൂബേഴ്സിൽ ഞാൻ ഏറ്റവും ഫോളോ ചെയ്യുന്നത്, ഏറ്റവും ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് 4-5 വർഷങ്ങളായിട്ട് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കോൾമി ഷസാം എന്ന ഷാസ് മുഹമ്മദ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ ഇൻഫ്ലുവൻസേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ, അതിൽ ഭൂരിഭാഗം ആൾക്കാരും ഇൻഫ്ലുവൻസേഴ്സ് അല്ല. ഫാമിലി വ്ളോഗ് കൊണ്ട് മാത്രം കോണ്ടന്റ് ഉണ്ടാക്കി എന്താ പറയുക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അത് അവർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്, അവർ എൻ്റർടൈനേഴ്സാണ്. പക്ഷെ അവരൊരിക്കലും ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എപ്പം ഇൻഫ്ലുവൻസർ ആകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മളെ പേഴ്സണൽ ലൈഫിലും നമുക്കത് പാലിക്കാൻ പറ്റണം, അല്ലേ? ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷസാം എടുത്തോ. ഷസാമിൻ്റെ കാര്യം തന്നെ പറയാം. ഷസാം ഓരോ പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നത്. ഷസാം ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, ഇൻഫ്ലുവൻസറാണ്. ഷസാം ഒരു പ്രൊഡക്റ്റ് നമുക്ക് കാണിച്ചു തരുന്ന സമയത്ത് നമുക്കതിപ്പം ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫോൺ വേണം, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇയർഫോൺസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. നമുക്കങ്ങനെ ചോദിക്കാൻ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കും, യൂട്യൂബ് എടുത്ത് നോക്കും. അപ്പോൾ ഷസാം പറയുന്നത് മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി അങ്ങനെ പറയും. ഡിമെൻസിറ്റി റിഫ്രഷ് റേറ്റ് ഉണ്ട്, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് സ്വാഭാവികമായിട്ടും ഈ ഫോൺ കൊള്ളാലോ എന്നുള്ളതിൽ നമ്മൾ പോയിട്ട് വാങ്ങുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് ആയി നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഭാഗമായിട്ട് മാറി. ആൻഡ് അറിയാത്ത ഇപ്പം അങ്കമാലി എത്തിപ്പെട്ടെന്ന് വിചാരിച്ചു. അങ്കമാലി എത്തിപ്പെട്ടിട്ട് നമുക്ക് നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. നമുക്ക് ചോദിക്കാൻ ആൾക്കാർ എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഇയാൾ പറയുന്നത് ഇങ്ങനെ ഒരു ഹോട്ടലുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹോട്ടൽ കാണുന്നു. അപ്പോൾ ഓക്കെ, ഡൺ. അപ്പോൾ മനസ്സിലായില്ലേ? ഇൻഫ്ലുവൻസേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ട് നമുക്കത് പകർത്താൻ പറ്റണം. അല്ലാണ്ട് ഈ എന്താ പറയല് ഡെയിലി എന്താണ് ഫാമിലി, ഞാൻ പറയാലോ 90%, ഞാൻ 100% ഒരിക്കലും പറയില്ല. ഞാൻ ജനറലൈസ് ചെയ്തിട്ട് ഒരു കാര്യം പറയില്ല. 100% ജനറലൈസ് ചെയ്തിട്ട് ഒരു വ്യക്തിയോ ഒരു സന്ദർഭത്തിനെയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ വ്ളോഗ് എടുക്കുന്ന 90% ആൾക്കാരുണ്ടല്ലോ, എന്റർടൈൻമെന്റ് മാത്രം തരുന്ന ആൾക്കാരാണ്. അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊരിക്കലും അവരുടെ ജീവിതം ഇൻസ്പയർഡ് ആയിട്ട് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ ജീവിത സാഹചര്യവും നമ്മളെ കാര്യങ്ങളും എൻഡ് ഓഫ് ദി ഡേ നമ്മളത് മാത്രമാണ്. നമുക്കൊരിക്കലും അവരെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ സറൗണ്ടിങ്സും നമ്മളെ എൻവയറോൺമെന്റും എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദം, അല്ലേ? ഷസാമിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഷസാം ഈസ് റിയൽ ഇൻഫ്ലുവൻസർ എന്ന് പറയാം. ഷസാം ഈസ് റിയൽ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് കോണ്ടന്റ് ക്രിയേറ്റർ, അല്ലേ? ഞാൻ ഷസാമിനെ ഫസ്റ്റ് ഫോളോ ചെയ്തത് എപ്പോഴാണെന്ന് അറിയോ? ഫസ്റ്റ് ഫോളോ ചെയ്യുമ്പോൾ ഷസാമിൻ്റെ ഗെയിമിൽ ഏതാ OnePlus മറ്റാന്ന് തോന്നുന്നു, OnePlus വെച്ചിട്ടാന്ന് തോന്നുന്നു വീഡിയോ ചെയ്യുന്നത്. അന്നേരം ഈ ചായ് വിത്ത് ടെക് ഉണ്ടല്ലോ, ചായ് വിത്ത് ടെക്കിലല്ല ഫസ്റ്റ് ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടല്ല ഷസാമിനെ ഫോളോ ചെയ്തത്. ഷസാമിനെ ഫോളോ ചെയ്തത് എപ്പോൾ വെച്ചാൽ ഒരു വീഡിയോ എന്തോ ഒരു സാംസങ്ങിനോ ഇങ്ങനെ അപ്പുറം സാംസങ്, സോണി, മറ്റേ ഓരോ ബ്രാൻഡ്സ് ഉണ്ടാവല്ലോ, ഈ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ്, അവർ തമ്മിൽ സംസാരിക്കുന്ന ഏതോ ഒരു വീഡിയോ ഞാൻ റീലിലാന്ന് തോന്നുന്നു, റീലിൽ നിന്ന് കണ്ടിട്ടാണ് ഞാൻ ഷസാമിനെ പിന്നെ ഫോളോ ചെയ്തത്. അത് ഐ തിങ്ക് 2000 അന്നേരം ചായ് വിത്ത് ടെക് തുടങ്ങി. ഒബിയസ്ലി ചായ് വിത്ത് ടെക് ഉണ്ട്, സംഭവം ഉണ്ട്. പക്ഷെ അത് തുടങ്ങിയിട്ട് ഒരു 12 എപ്പിസോഡാ അങ്ങനെ എന്തോ ആയിട്ടേ ഉള്ളൂ. ഒരു 2021 തുടക്കത്തിൽ അങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഇയാള് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ, അത് പിന്നെ നോക്കുന്ന സമയത്ത് ചായ് വിത്ത് ടെക് ഇങ്ങനെ ഇതാക്കും. ആൻഡ് നിങ്ങൾക്കൊരു കാര്യമാണ്, ഞാൻ ഷസാമിനെ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് ടെക് ഞാനൊന്നും ഗാഡ്ജറ്റ്സ് ഒന്നും വാങ്ങൂല.
ഒന്നും ഇതുവരെ എന്താണ് ടെക് ന്യൂസ് കണ്ടിട്ട് അല്ലെങ്കിൽ ടെക് ചാനൽ കണ്ടിട്ട് ഞാൻ ഇതുവരെ ഒന്നും വാങ്ങിയിട്ടില്ല. ഇതുവരെ വാങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ ആ ടൈം ഞാൻ പറയുന്നത്, ഷസാമിനെ ഫോളോ ചെയ്യുന്ന ആ ടൈം ഞാൻ പറയുന്നത്, ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ ഇങ്ങനെ കാണും, ഞാൻ ഷസാം ഇങ്ങനെ കാണും. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഫോളോ ചെയ്ത രണ്ട് ടെക് മേഖലയിൽ രണ്ട് ആൾക്കാരെ ഞാൻ ഫോളോ ചെയ്തത്. ഒന്ന് ടെക്നിക്കൽ ഗുരുജിയും പിന്നെ നമ്മളെ മലയാളത്തിലാണെങ്കിൽ ജയരാജ് ജീനാഥ അങ്ങനെ പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇവർ രണ്ടാൾക്കാരുണ്ടല്ലോ, പ്രസന്റേഷൻ അടിപൊളിയാണ്, കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇവരെന്താണ് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞ് നിർത്തി. പോസിറ്റീവ് നെഗറ്റീവ് ഒരു പ്രസന്റേഷൻ ഫീച്ചേഴ്സ് പറഞ്ഞ് ഇത് പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളാണ്, ഇങ്ങനെയാണ്, ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇതാണ് ഇങ്ങനെ പറയുന്നത്. ടെക്നിക്കൽ ഗുരുജി നെഗറ്റീവ് ചെയ്ത് എല്ലാ ഫോണും നമുക്ക് വാങ്ങാനുള്ള ഒരു ത്വര ഉണ്ടാക്കുക ചെയ്യുക ഈ ടെക്നിക്കൽ ഗുരുജി എന്നെല്ലാം പറഞ്ഞാല്. ജയരാജ് പിന്നെയും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ പറയും. പക്ഷെ ടെക്നിക്കൽ ഗുരുജി എന്താണ് നമുക്ക് ഏത് പ്രൊഡക്ട്സ് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയാണ് ഈ ടെക്നിക്കൽ ഗുരുജെല്ലാം ചെയ്യാം. അപ്പോൾ ഷസാമിന്റെ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, മൂപ്പര് പുച്ചിക്കണ്ടടുത്ത് പുച്ചിക്കും. മൂപ്പര് ഈ പറയേണ്ടടുത്ത് പറയും. ഐ മീൻ ഇപ്പോൾ ഒരു ഈ ഫോണ് നിങ്ങൾ വാങ്ങണ്ട എന്ന് പറയൂ. ഈ ഫോൺ നിങ്ങൾ വാങ്ങിയാൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ ഫോൺ വാങ്ങിയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഏതെങ്കിലും കൂറ ഫോൺ എന്നെല്ലാം പറയാം, കൂറ ഫോൺ, അത് ചവറ് ഫോൺ എന്നെല്ലാം പറയും. ആ ഒരു തിരുവനന്തപുരം ആ സ്ലാങ്ങും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ എന്താണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അന്ന് ചായ വിറ്റ് അന്നേരം ഈ ഞാൻ ഫോളോ ചെയ്യുന്ന സമയത്തില്ലേ ഈ 100K ഒന്നും ഇല്ല, 100Kക്ക് താഴെയാണ് ഷസാമിന്റെ ഫോളോവേഴ്സ്. അപ്പോൾ ഈ കണ്ണാടി ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്ന സാധനമൊന്നും ഇല്ല ആ ടൈം. ജസ്റ്റ് വന്നിരിക്കൂ, ഇതാക്കൂ, സംസാരിക്കൂ, എന്നാ പിന്നെ ശരി എന്നാ പിന്നെ ശരി അങ്ങനത്തെ ഒരു ടോക്കാണ്. അപ്പോൾ അതാണ് എനിക്ക് ഷസാമിനെ ഫോളോ ചെയ്യാനുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ. പിന്നെ എനിക്ക് അയാളെ പ്രസന്റേഷനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് മൂവി റിവ്യൂസ് പറയുമ്പോൾ ആകട്ടെ, എന്ത് കാര്യങ്ങൾ പറയുമ്പോൾ ആകട്ടെ, അയാൾ പ്രസന്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇങ്ങനെ ആക്കിയിട്ടൊരു കണ്ണാടി ഫ്ലിപ്പ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഷസാമിന്റെ പിന്നെ എനിക്ക് ഒരു വിയോജിപ്പല്ല, എനിക്ക് ഇഷ്ടപ്പെടാണ്ട് ഇന്നത് പറയുന്നത് ആ മിന്നൽ മുരളി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതും പിന്നെ എനിക്ക് ലേറ്ററാണ് എനിക്ക് മനസ്സിലായത്. ഈ ധന്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടല്ലോ, പോഡ്കാസ്റ്റ് ഉണ്ടല്ലോ. പോഡ്കാസ്റ്റിൽ ഷസാം വന്നപ്പോൾ കാര്യങ്ങൾ അതിനു മുമ്പേ ഒരു എക്സ്പ്ലനേഷൻ പോലെ മൂപ്പര് തന്നിട്ടുണ്ടായിരുന്നു. ആ ധന്യയിൽ പറയുന്നുണ്ട്, ഞാൻ കോമിക് ബുക്സ് ഒക്കെ കുറെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ മിന്നൽ മുരളി കണ്ടപ്പോൾ സമയത്ത് ഞാൻ വായിച്ചൊരു ഇമാജിനറി നമുക്കിപ്പോ അറിവ് കൂടുന്തോറുണ്ടല്ലോ, നമുക്കൊരു പെർട്ടിക്കുലർ സാധനത്തിനെ പറ്റിയിട്ട് നമുക്ക് അറിവ് ഉണ്ട്, നല്ല ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ല, ഒരു മിനിമം നല്ലൊരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു അറിവുണ്ടെങ്കിലേ, ഒരു മിനിമം ഒരു അതിനെയും കാട്ടിയും ഒരു ഏകദേശം അതിനെപ്പറ്റി ധാരണയുള്ള ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇറിറ്റേഷൻ വരും. ഇതിങ്ങനെ എല്ലാവരും ഇവൻ പറയുന്നത് മൊത്തം കംപ്ലീറ്റ് ശരിയല്ല, അങ്ങനെ ഒരു തോട്ട് നമുക്ക് വരും. അതേപോലെ തന്നെയാണ് ഷസാമിന്റെ മിന്നൽ മുരളി കേസിലും. ഷസാം ആ കോമിക് ബുക്സ്, ഷസാമിന് പണ്ടേ കോമിക് ബുക്സ് വായിച്ചിട്ടുള്ള അതിനുള്ള അറിവും അയാൾക്ക് അങ്ങനത്തെ അറിവെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു അറിവില് അയാൾ നിൽക്കുന്ന സമയത്ത് മിന്നൽ മുരളി അയാൾ വായിച്ച കോമിക് ബുക്സ് ആയിട്ട് അയാൾ അങ്ങനെ ആ ഒരു എക്സ്പെക്ടേഷൻ അയാൾക്ക് ഉണ്ടാവും. അത് മീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അയാളാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ഇയാള് ലൈഫ് ഓഫ് ഷസാം എന്ന് പറഞ്ഞിട്ട് വേറൊരു യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്നത്. MI അൾട്രയിലാണ് അയാൾ ഈ ചായ ടെക്കിന്റെ അയാള് സ്റ്റുഡിയോ സെറ്റപ്പ്, അയാളെ ഏകദേശം മേക്കിംഗ് സെറ്റപ്പ്, വീഡിയോ സെറ്റപ്പ് അയാള് കാണിച്ചു തന്നത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഒരു ട്രൈപോഡ് ഉണ്ട്, സൈഡിൽ ഇങ്ങനെ നോട്ട് എഴുതിയിട്ടുണ്ട്, ഒരു MI11 അൾട്ര, അതിലാണ് അയാൾ ഷൂട്ട് ചെയ്യല്. അന്നേരം ഇങ്ങനെയൊന്നുമില്ല ഈ റിയാക്ഷൻ വീഡിയോസ്,
പിന്നെന്താ പറയല് മൂവി റിവ്യൂ ഒപ്പീനിയൻസ് കാര്യങ്ങൾ എല്ലാം വരുന്ന സമയത്ത് എന്താണ് ബീസ്റ്റിന്റെ റിവ്യൂ, ട്രെയിലർ റിയാക്ഷൻസ്, നമ്മളെ KGFന്റെ ട്രെയിലർ റിയാക്ഷൻസ്, അങ്ങനെ ഓരോ സിനിമേനെ പറ്റിയിട്ട് അയാളെ ഒപ്പീനിയൻ പറയുന്നതും കാര്യങ്ങളും ഒക്കെ പറയുന്നത് അതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് മേജറായിട്ട് ഫീൽ ചെയ്തത്. നമ്മൾ ഒരാളെ ഫോളോ ചെയ്യുന്ന സമയത്തില്ലേ അയാളുടെ ഒപ്പീനിയൻ ആണ് അയാൾ വെച്ചാൽ ഇങ്ങനെ മൂവി റിവ്യൂ ആവട്ടെ എന്തോ ആയിക്കോട്ടെ, അയാൾ അടിയിൽ അതിന്റെ ഒപ്പീനിയൻ ആണെന്ന് പറയുന്നതാണ് അയാൾ ഓൾറെഡി പറയുന്നുണ്ട് ഞാൻ അതിന്റെ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. സോഷ്യൽ മീഡിയ ഈസ് എ പ്ലാറ്റ്ഫോം വേർ വി ക്യാൻ എക്സ്പ്രസ് അവർ ഓൺ ഐഡിയാസ് അല്ലെ. നമുക്ക് നമ്മളെ ഐഡിയാസും കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നത് അത് മറ്റുള്ള ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പോട്ട് എന്ന് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയയിലെന്ന് പറയുന്നത്. ആൻഡ് ഈ മൂവി റിവ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ വാരിസിന്റെ കേസ് എടുത്തു, വാരിസിന്റെ ഇങ്ങനെ പറയുന്നില്ലേ വാരിസ് അടിപൊളി പടം എനിക്ക് ഇഷ്ടമായി. ഞാൻ പറയട്ടെ, ഷസാമിന്റെ ആ വീഡിയോ ഞാൻ കണ്ട്, എനിക്ക് ഇഷ്ടമായില്ല. ഷസാമിന്റെ വീഡിയോ ഇഷ്ടമായിട്ടൊന്നുമല്ല, ഷസാമിന് വാരിസ് ഇഷ്ടമായി, എനിക്ക് ഇഷ്ടമായില്ല. ആസ് എ വിജയ് ഫാൻ ഞാൻ വിജയ് എലമെന്റ്സ് എല്ലാം ഉണ്ട്, പക്ഷെ അത് പക്ക ഒരു എന്താ പറയാ ഒരു സീരിയൽ പടം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. സീരിയൽ തെലുങ്ക് സീരിയൽ എടുത്തു വെച്ച പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കഥയൊന്നുമില്ല അതിൻ്റെ ഇല്ല. വാരിസ് ശരിക്കും പറഞ്ഞാല് ഇത്രയും ഹിറ്റാൻ കാരണം എന്താ അറിയോ, വിജയ് ഫാക്ടറാണ്, വേറെ ഒന്നുമല്ല. ആൻഡ് അതിൻ്റെ അകത്ത് വലിയൊരു മെസ്സേജ് ഒന്നുമില്ല. അതിൻ്റെ അകത്ത് ആകെ പറയുന്നത് എന്താ അറിയോ, നോ ഫാമിലി ഈസ് പെർഫെക്റ്റ് ബട്ട് വി ഹാവ് ഓൺലി വൺ ഫാമിലി എന്നാണ്. ഈ ഒറ്റൊരു മെസ്സേജ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വല്ല 2.5 മണിക്കൂർ വല്ല നീട്ടിയിട്ടുള്ളത് അല്ലേ. ഞാനൊക്കെ ഇഷ്ടമായിട്ടില്ല. എന്നിട്ട് പിന്നെ ഞാൻ കണ്ടു, ഓക്കെ ആയി, എനിക്ക് ഷസാമിന്റെ ഇത് കണ്ട് ഓക്കെ ആയി. പിന്നെ ഷസാം എന്തുകൊണ്ടാണ് അത് വാരിസ് അടിപൊളി എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എനിക്ക് തോന്നി എന്താ പറയാ, ഞാൻ പറയട്ടെ, ബീസ്റ്റ് ഉണ്ടല്ലോ ഒരു വകക്ക് കൊള്ളൂല ആ സാധനം. ആകെ വിജയ് സ്വാഗിന് മാത്രം വെച്ചാല് വിജയിനെ പോലത്തെ ഒരു ആക്ടറെ കിട്ടി നെൽസന്റെ ഡയറക്ഷൻ എന്നെല്ലാം പറയുന്ന സമയത്ത് ഒരു മിനിമം ഒരു സാധനം നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യണമല്ലോ നമ്മള്. അപ്പൊ ആ ഒരു ഇതില് പോയ ഒരാൾക്കും ആ പടം ബീസ്റ്റ് ഇഷ്ടമായിട്ടില്ല. ഫ്ലോപ്പ് പടാണ് സാധനം വേണ്ടി. ഒരു മാളിൽ ഇങ്ങനെ 2.5 മണിക്കൂർ ഇങ്ങനെ നീട്ടി വലിച്ച് കൊണ്ടുപോയ ഒരു പടാണത്. അങ്ങനെയെല്ലാം പടം കഴിഞ്ഞിട്ട് വേറൊരു പ്രശ്നമുണ്ട്, വിജയ് പടം എന്ന് പറയുന്നത് എല്ലാ 2 പടം 3 പടം അങ്ങനെയല്ല, ഒരു കൊല്ലത്തിൽ ഒരു വിജയ് പടേ ഉള്ളൂ. ഒരു വിജയ് പടം അല്ലെങ്കിൽ പണ്ട് എന്ന് പറഞ്ഞാൽ വിജയ് പടം എന്ന് പറഞ്ഞാല് ഒരു ദീപാവലി പടാണത്. ദീപാവലിക്ക് എല്ലാ വർഷവും ഒക്ടോബറിൽ ദീപാവലി ടൈമിൽ ഇങ്ങനത്തെ പടം ഇറങ്ങും, വിജയിന്റെ പടം ഇറങ്ങും. അതാണ് ഒരു ഫെസ്റ്റിവലാണ് സംഭവം. അപ്പൊ അങ്ങനെ ഉള്ള വിജയിന്റെ പടം പൊട്ടി എന്നല്ല, ഇൻ ദ സെൻസ് തിയേറ്ററിൽ അത് വിജയിച്ചു, ഓക്കെ, ഗ്രോസ് കളക്ഷൻ ഒക്കെ ഐ തിങ്ക് ഒരു 250 കോടി അത് കളക്ട് ചെയ്തിട്ട് അത് വിജയിച്ചു ആ പടം. തിയേറ്ററിക്കലി അത് വിജയിച്ചു, പക്ഷെ ആസ് എൻ ഓഡിയൻ, ആസ് എ വിജയ് ഫാൻ എന്നുള്ള ഇതിൽ നമുക്ക് ഫ്ലോപ്പാണത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പടം പൊട്ടി. എന്നിട്ട് ഒരു വാരിസ് എന്നുള്ള ഒരു വിജയ് ഫാക്ടർ നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ തരുന്ന ഒരു പടം കിട്ടുമ്പോ സ്വാഭാവികമായിട്ട് നമുക്കത് ഓക്കെ ആയിട്ട് തോന്നും. അതാണ് ഷസാം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിന് കുറേ ആൾക്കാർ വാരിസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അതെന്താ ഇഷ്ടപ്പെടാത്ത. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരായാലും ആരെ ഫോളോ ചെയ്യുന്ന ലോകത്ത് നമ്മൾ അബ്ദുൽ കലാമിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ല, നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാവണം, മനസ്സിലായില്ലേ. ഇപ്പൊ നിങ്ങൾ ഷസാമിനെ ഫോളോ ചെയ്യുന്നു, ദാറ്റ് ഡസ് നോട്ട് മീൻ നിങ്ങൾക്ക് ആ പടം ഇഷ്ടാവൂല, അല്ലെങ്കിൽ ഷസാമിന് ഇഷ്ടമാകാത്ത പടം നിങ്ങൾക്ക് ഇഷ്ടാവൂല. ഷസാമിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു മിനിമം നമുക്കൊരു പടം ഏകദേശം നമുക്ക് ഓവറോൾ എങ്ങനെ ഉണ്ടാവും, നമ്മൾ പോയി കണ്ടതിന് നമുക്ക് ഏകദേശം നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഒരു ബ്ലൂ പ്രിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ആ പടത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. സത്യം പറയല്ലോ, ഇപ്പൊ എത്രയോ പടങ്ങൾ ഷസാമിന് ഇഷ്ടപ്പെടാത്ത എത്രയോ പടങ്ങൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. മറ്റേ നമ്മളെ
ഈ കോക്കിന് ഇഷ്ടപ്പെട്ട പടം എത്ര പടം എനിക്ക് ഇഷ്ടപ്പെടാനുണ്ട്. ഈ ബ്രോമൻസ് ഒന്നും ഞാൻ കണ്ടിട്ട് ഇല്ല. അങ്ങനത്തെ എത്രയോ പടങ്ങൾ. അപ്പൊ അവരവരെ പ്രോസ്പെക്റ്റീവ് പറയുന്ന സമയത്ത് their പ്രോസ്പെക്റ്റീവ് ഈസ് നോട്ട് മൈൻ ഈക്വൽ ടു മൈൻ. അതെന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? എന്തിനാ ചെയ്യുന്നത്? ഇപ്പൊ ഫുഡ് ബ്ലോഗ് എടുത്തോളൂ. ഒരാൾ പറയുന്നത് സ്പൈസി ഭയങ്കര എരിവുള്ളൊരു ഭക്ഷണം അയ്യോ എനിക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് പറയുന്നത്. അയാൾക്ക് ചിലപ്പോൾ സ്വീറ്റ്നെസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാകാം. ദാറ്റ് ഡസ് നോട്ട് മീൻ ഞാൻ പറയുന്നത് ഭയങ്കര സ്പൈസി. എനിക്ക് മധുരം അങ്ങനെ ഇഷ്ടമല്ല. മധുരം ഓവറായിട്ട് കഴിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ കഴിക്കും. എനിക്ക് എന്തെങ്കിലും മൂഡൗട്ടാവുന്ന സമയത്ത് ഞാൻ ചോക്ലേറ്റ് കഴിക്കും. അങ്ങനത്തെ ഒരു ശീലമുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് ഭയങ്കര ആ സ്പൈസി ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് അങ്ങനെ സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതേപോലെ തന്നെയാണെന്നല്ലോ ഒരാളെ ഒപ്പീനിയനും ജനറലായിട്ട് എടുത്തിട്ട് അത് നമ്മളെ പ്രോസ്പെക്റ്റീവ് ആക്കിയിട്ട് മാറ്റാൻ പാടില്ല. ഇപ്പൊ നമുക്കറിയാത്തൊരു കാര്യം ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫോൺ വാങ്ങാൻ പോകുന്നു, നമുക്ക് അറിയില്ല. അപ്പൊ ഷസാമിന്റെ അടുത്ത് വീഡിയോ കാണുന്നു. അപ്പൊ നമുക്കറിയാത്തൊരു കാര്യം നമുക്കത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഇത് ആക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഓൾറെഡി ഇപ്പൊ സിനിമ കാണാത്തതായിട്ട് സിനിമേനെ കുറിച്ചിട്ട് അറിയാത്തതായിട്ട് ആരുമില്ല. ഒരു നേരം പോക്കുന്നുള്ള കേസിൽ എല്ലാവരും കാണുന്നത് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണുന്നത് മൂവീസാണ്. അപ്പൊ ഒരു മൂവി എങ്ങനെ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. മൂവീസിനെ പറ്റിയിട്ട് കളർ ഗ്രേഡിങ് എന്താന്ന്, എഡിറ്റിംഗ് എന്താന്ന് വെച്ചിട്ട് അവർക്ക് അറിയണ്ടാവില്ല. പക്ഷെ അവർക്കൊരു മൂവി എങ്ങനെ ഉണ്ടാകാം, മൂവി എന്താന്ന് അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനത്തെ ഒരു പ്രോസ്പെക്റ്റീവില് ആരും ഒരിക്കലും എന്താകാൻ പാടില്ല, മറ്റുള്ള ആളെ ഒപ്പീനിയന് കേട്ടിട്ട് അത് സ്വയം ഒപ്പീനിയനായിട്ട് എടുക്കാൻ പാടില്ല. അത് ഭയങ്കര തെറ്റാണ്. ഷസാമിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഷസാം എന്താണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുള്ള ഒരു സാധനമല്ല അയാൾ കാണിക്കുന്ന വെച്ചാൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കാണിക്കുന്നത്. അയാളിപ്പം അഫോർഡബിൾ, ഇത് 1000 രൂപ, ഇത് 1200 ഒരു ഇയർഫോണാണ്, നിങ്ങൾ ഇത് മേടിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ആണ്, അങ്ങനെയല്ല പറയുന്നത്. ഷസാമിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സിൽ എപ്പോൾ എന്താ പറയല് അതിനടക്കായിട്ടുള്ള റേറ്റും ഉണ്ടാവും. അത് ഈ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പ് ഷസാമിന്റെ ഒരു ക്യാമറ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഉണ്ടായിന്, ഷോർട്സ് ഉണ്ടായിന്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇത്രയാണ് 50,000 രൂപയാണ് വില എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അഫോർഡബിൾ ആയിട്ട് ഇങ്ങനെ പറയുന്ന, ഇതാണ് അഫോർഡബിൾ ആയിട്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആസ് എ ബിഗിനർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇതാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ വില പറയുന്നുണ്ട് 50,000 രൂപ. സാധാരണ ആൾക്കാർ അതിന്റെ അടിയിലുള്ള കമന്റ് ആണ് 50,000 രൂപ. അയാൾ ഇങ്ങനെ നോക്കുക. അപ്പൊ ഈ അഫോർഡബിൾ റേറ്റ് എന്ന് ആൾക്കാർ ചിന്തിക്കുന്ന വെച്ചാല് എന്താണ്, വെറും 10,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപയൊക്കെ ഒരു ക്യാമറ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം അല്ലെ. പ്രൊഫഷണൽ ആയിട്ട് ഒരാൾ ഒരു കാര്യം പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇപ്പൊ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി. അതിനൊരു പ്രൊഫഷൻ. ഇപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ എന്താണ് ഫോണിൽ ഒരു ട്രൈപോഡ് കുത്തി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. പക്ഷെ ഇത് പ്രൊഫഷണൽ ആയിട്ട് കുറച്ചും കൂടി അപ്ഗ്രേഡേഷനിൽ കൊണ്ടുപോകുന്ന ഒരാൾക്ക് എപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, ക്യാമറ എന്ന് പറയുന്നത്. അപ്പം ഈ ക്യാമറ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു വാല്യൂ നമ്മൾ കൊടുക്കണം അല്ലെ. നമ്മളിപ്പോ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെപ്പം വാല്യൂ ഉണ്ട്. അപ്പൊ അതിന്റെ എക്യുപ്മെന്റ്സിനും വാല്യൂ ഉണ്ടാവും അല്ലെ. അതാണ് 50,000 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ആ ഒരു പ്രൊഫഷണൽ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റേഞ്ചിൽ എപ്പോൾ എന്താ പറയല് ആ ഒരു വിലയുണ്ടാവും. അതിനൊരു വിലയുണ്ട്. അതാണ് ഷസാം പറഞ്ഞത് 50,000 രൂപ. എന്നിട്ട് അതിന്റെ ഇതിൽ കുറെ ആൾക്കാർ, പിന്നെ എനക്കൊരു പേഴ്സണലി ഒരു ഇതുണ്ട്. കാരണം എന്താ പറയല് എന്തെങ്കിലും എടുക്കാൻ നോക്കുന്ന സമയത്ത് ഫുള്ള് വില, നമുക്ക് എഫേർഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിയും വിലയുണ്ടാവും ആ സാധനത്തിനുള്ളത്. പിന്നെ ഷസാമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാല് മൂപ്പര് അങ്ങനെ എന്താണ്, ഇപ്പോ സാധാരണ ആൾക്കാർ യൂട്യൂബേഴ്സിനെല്ലാം ഈ ടെക് യൂട്യൂബേഴ്സിനെല്ലാം അവർക്ക് ഇങ്ങനെ പ്രൊഡക്ട്സ് കമ്പനി അയച്ചെടുക്കും. ഷസാം എന്ന് പറഞ്ഞാൽ മിക്ക ഇതും എന്ന് പറയുന്നത് മൂപ്പരെന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ച് റിവ്യൂ. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഷസാം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ ഞാൻ കാശ് കൊടുത്തിട്ട് വാങ്ങിയിട്ട് ഞാൻ റിവ്യൂ ഇടുന്ന സമയത്ത് എനിക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് പറയാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും.
അല്ലേ? സാധാരണ എന്താണ് ഒരു ടെക് ലോകത്തുള്ള ഒരാള് എന്താണ് ഒരു ഫോൺ ഉടമ അല്ലെങ്കിൽ ഒരു ഫോൺ കമ്പനി അല്ലെങ്കിൽ ഒരു ക്യാമറ കമ്പനി അല്ലെങ്കിൽ ഒരു ഐപാഡിൻ്റെത് കാര്യങ്ങൾ ഗാഡ്ജറ്റ്സിന്റെ ആൾക്കാർ എന്ന് പറയുന്നത് ഈ യൂട്യൂബേഴ്സിന്റെ അടുത്ത് ഈ പ്രൊഡക്ട്സ് അയച്ചു കൊടുക്കുന്നത് മാക്സിമം ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കാന്നുള്ള ഒരു സംഭവം. അപ്പോൾ ആ ഒരു ഇതിന്ന് മാറി ചിന്തിച്ച് ഷസാം എല്ലാ രീതിയിലും നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ കൊണ്ടുവന്നിട്ട് എന്താ പറയില്ലേ ഷസാം അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു 5000 രൂപയെങ്കിലും കൂടുതൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അത്രയും നല്ലത് എന്നാണ് വിചാരിക്കുക. പക്ഷെ ഷസാം ഉണ്ടാക്കുന്നുണ്ടാകാം, പക്ഷെ എന്താ പറയാ ആ ഒരു മനസ്സുണ്ടല്ലോ, കുറച്ച് പൈസ മുതലിട്ടിട്ട് സാധനം മേടിച്ചിട്ട് റിവ്യൂ ഇട്ടാലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഷസാമിന്റെ എനിക്ക് ഷസാമിന്റെ വേറൊരു കാര്യം പറയാന്ന് വെച്ചാല് ഷസാം ഭയങ്കര എന്താ പറയല് ഭയങ്കര ഒരു ട്രിഗർ ആവും. എന്താ പറയാ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും മൂപ്പരെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നല്ലോണം തിരിച്ച് പറയുകയും ചെയ്യും. എന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ, ഇപ്പോൾ ഒരു ഒപ്പീനിയൻ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇന്നൊരു ഫാക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷസാം പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും. വേറൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു റിവ്യൂ ഇടുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു റിവ്യൂ ഇടുന്നു ആൻഡ് അത് ഓവറായിട്ട് അത് ആ റിവ്യൂവിൽ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ പൈസ മേടിച്ചിട്ടുള്ള റിവ്യൂ ആവും. ഇപ്പം സ്പൈഡർമാൻ ഇതിൻ്റെ ഇടക്ക് സ്പൈഡർമാൻ്റെത് ഷസാം എക്സൈറ്റഡ് ആയിട്ട് റിവ്യൂ ഇട്ട സമയത്ത് പറഞ്ഞ് ഓൻ പൈസ മേടിച്ചിട്ടാണ് റിവ്യൂ ഇട്ടിന്. കോക്കിന്റെ കേസിലും ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. കോക്ക അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിച്ചങ്ങ് നീട്ടു സംഭവം, വലിച്ച് കീറി ഒട്ടിക്കൂ സാധനം. എനക്കതല്ല ഡൗട്ട്, ഈ കോക്കും ഈ ഇങ്ങനത്തെ നമ്മുടെ ഷസാമല്ലി ഇങ്ങനെ പറഞ്ഞോണ്ടും കൂടിയല്ലേ അത്യാവശ്യം ഇപ്പൊ ക്വാളിറ്റി ഉള്ള പടം ഇറക്കുന്ന ആൾക്കാർ. ഇപ്പൊ നിങ്ങൾ ഒരു റിവ്യൂ ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല, പണ്ടത്തെ പോലെ നോട്ടീസ് അടിച്ച ഇറക്കുന്ന ഒരു പരിപാടി, പോസ്റ്റർ ഒട്ടിച്ച് ഇറക്കുന്ന ഒരു സംഭവമാണ് വിചാരിക്കും 100 കോടി 50 കോടി ക്ലബ്ബ് എന്ന് വിചാരിക്കും. അനക്ക് എപ്പോൾ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഷസാമും ഇവരെല്ലാം പറഞ്ഞോണ്ട് തന്നെയാണ് ഇപ്പൊ അത്യാവശ്യം കഥ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കും, ഇവന് ഇനി ഇങ്ങനെ റിവ്യൂ ഇടാനുള്ള ചാൻസ് ഇല്ലേ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോ ഞാൻ അങ്ങനെ ചിന്തിക്കും, കോക്കെല്ലാം വലിച്ചെറിയും. അപ്പൊ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ സ്പൈഡർമാൻ്റെ കേസ് അവർക്ക് എന്തിന്റെ ആവശ്യത്തിനാണ് പൈസ മേടിച്ചിട്ട് അവർക്ക് എന്താ ആവശ്യമുള്ളത് അങ്ങനെ ഇതാക്കാൻ വേണ്ടി. ഒരു യൂട്യൂബിൽ നിന്ന് ഈ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് മോശമില്ലാത്തൊരു വരുമാനം ആയിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കില്ല അവർ തുടരുന്നുണ്ടാകാം. ഒരു കാര്യം പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് കൺസിസ്റ്റൻസിയും കണ്ടിന്യൂറ്റിയും ഉണ്ടാവോ? ഇല്ലല്ലോ, അതിനുറപ്പല്ലേ. പിന്നെ എന്തിനാണ് ഈ പൈസ മേടിക്കേണ്ട ആവശ്യം? അങ്ങനെ ആർത്തിയുള്ള ഒരാളാണെങ്കിൽ ഷസാം ഇങ്ങനെ പ്രൊഡക്റ്റ് സ്വന്തം പൈസ കൊണ്ട് മേടിച്ചിട്ട് റിവ്യൂ ഇടുന്ന ഒരാളാവും. ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സബ്സ്ക്രൈബർ കൂട്ടണം, മറ്റേത് കൂട്ടണം. എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല എൻ്റെ സബ്സ്ക്രൈബർ കൂടണം എന്നുള്ളത്. അത് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനത്തെ കാര്യം പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയനും കാര്യങ്ങളാണ് ഞാൻ പറയും. ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നു, ഇതൊരു പോഡ്കാസ്റ്റ് ചാനലാക്കിയിട്ട് ഭാവിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഞാൻ ഷസാമിന്റെ പ്രൊഡക്ട്സ് ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുള്ള ഞാൻ, അതും CMFന്റെ നത്തിങ്ങിന്റെ ഒരു വാച്ച്. ഈ ഒരു വാച്ചാണ് ഞാൻ മേടിച്ചത്. കണ്ട, ഇതിപ്പോ ഓണാകുന്നില്ല, വർക്കാകുന്നില്ല. ഇത് ഞാൻ ബിഗ് ബില്യണില് മേടിച്ചതാണ്. അത് ബിഗ് ബില്യണിൽ മേടിച്ചോണ്ടാണെന്ന് അറിയില്ല, ബാറ്ററിക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. പിന്നെ ഗെയിം കിട്ടിയ സമയത്ത് ബാറ്ററിക്ക് പല ഇഷ്യൂ ഉണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് ഞാൻ റിട്ടേൺ അടിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അപ്പൊ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഉണ്ട്. പ്രൊഡക്ട്സ് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഷസാം തുടക്കം എന്ന് പറഞ്ഞാൽ ചാവിത്തെക്കെല്ലാം തുടങ്ങി. ആ തുടക്കം എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഷസാം ഒരു ചാവിത്തെക്കിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്
ആരാണോ ഫസ്റ്റ് കാണുന്ന അത് ഫസ്റ്റ് കാണുന്ന അവര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷസാമിനെ മെൻഷൻ ചെയ്തിട്ട് സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ഷസാം തിരിച്ച് മെൻഷൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ എത്രയോ പ്രാവശ്യം ഉണ്ടല്ലോ, ഷസാമിനെ ഇങ്ങനെ എങ്ങനെയെങ്കിലും മെൻഷൻ ചെയ്യണം, ഷസാം എന്നെ തിരിച്ച് മെൻഷൻ ചെയ്യുമെന്ന് വെച്ചിട്ട് ഞാനങ്ങനെ ഒരു വീഡിയോ എനിക്ക് കിട്ടി. ഞാൻ ഫസ്റ്റ് വ്യൂ ആയിട്ടുള്ള ഞാനതാണ് എനിക്ക് ഫസ്റ്റ് വ്യൂ. എന്നിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി ഇട്ട് മറ്റേ മെൻഷൻ ചെയ്തേ. ഷസാം എന്നെ തിരിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അതിനൊന്നും ഒരു പ്രശ്നമില്ല എനിക്ക്. അത് മൂപ്പര് കണ്ടിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഷസാമും കാർത്തിക് സൂര്യ ബോണ്ടിങ് ആണ്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ പറയല്, അവരെ ബ്രദർ സിസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. ആ പൂച്ചനിപ്പം അധികം കാണിക്കുന്നില്ല. എനിക്ക് എൻ്റെ ആഗ്രഹം വെച്ചാൽ ആ പൂച്ചേനെ എപ്പം റിവ്യൂ അറിയുന്ന സമയത്തെങ്കിലും ഷസാം ആ പൂച്ചേനെ പിടിച്ചിട്ട് നിൽക്കണമെന്നാണ്. കാരണം മിക്ക വീഡിയോസിലും തുടക്കത്തിലുള്ള പല വീഡിയോസിലും ഇപ്പൊ ബീസ്റ്റിന്റെ എല്ലാം റിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാല് അതിനകത്ത് ആ പൂച്ച കാണും. ആ പൂച്ച ഒരു ട്രേഡ് മാർക്ക് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ എല്ലാം കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് എന്താ അറിയോ, ക്യൂരിയസ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു എന്താണ് BBA പഠിച്ച ഒരു ആള്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ഒരാള്, ഇന്റർനാഷണൽ ബിസിനസ്സിൽ മാസ്റ്റേഴ്സ് എടുത്ത, ദുബായിൽ നിന്ന് മാസ്റ്റേഴ്സ് എടുത്ത ഒരാള് ഇത്രയും നല്ല രീതിയിൽ ടെക്ക് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ് സംഭവം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇതാണ് എനിക്ക് ഷസാമിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഷസാമിന്റെ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാല് കളഞ്ഞിട്ട് പോടേ, കയ്യിലെങ്കിൽ അൺസബ്സ്ക്രൈബ് ആയിട്ട് പോടേ എന്ന് പറയുന്ന ഒരു സംഭവം. ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര, അത് അയാളെ കോൺഫിഡൻസ് ആണ് അല്ലെ. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബർ കുറഞ്ഞാല് എനിക്കിനി ഭാവിയിലും എനിക്ക് ടെൻഷൻ ആവും. അയ്യോ എന്റെ സബ്സ്ക്രൈബർ കുറഞ്ഞല്ലോ എടാ ഞാൻ അപ്പൊ അതും അന്നെ ഇഷ്ടപ്പെടാം, എന്റെ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ കീനി പോണം അല്ലേ. അത് കൃത്യ ആള് പറയുന്നുണ്ട്. പിന്നെ അതാണ് എനിക്ക് ഷസാമിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചുരുക്കിയ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.